ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഭാരതം. പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിലെയും എല്ലാ ഭീകര കേന്ദ്രങ്ങളും നമുക്ക് തകർക്കാൻ സാധിച്ചു. ലഷ്കർ ഇ തയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ് എന്നീ ഭീകര സംഘടനകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ഭാരത സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ നാമാവശേഷമായി. ഭീകരതയ്ക്കെതിരെയുള്ള പ്രതിരോധമാണ് രാജ്യം നടത്തിയതെന്നും TRF പാക് ഭീകര സംഘടനകളുടെ ഭാഗമാണെന്നും സോഫിയ ഖുറേഷി വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പങ്ക് വ്യക്തമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും പറഞ്ഞു. 6 से 7 मई 2025 की रात 1:05 से 1:30 बजे के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंदूर के बारे में जानकारी देंगे। ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विभत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था। इस कार्रवाई में 9 टेररिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया। पाकिस्तान में पिछले 3 दशकों से टेरर इंफ्रास्ट्रक्चर का निर्माण हो रहा है। इसमें रिक्रूटमेंट, इंडोक्ट्रिनेशन सेंटर्स, ट्रेनिंग एरियाज व लॉन्च पैड शामिल थे, जो पाकिस्तान और पाक अधिकृत जम्मू कश्मीर POJK दोनों में फैले हैं. These camps are located both in Pakistan as well as Pakistan occupied Jammu and Kashmir areas. Some of the well-known training camps are located, as you can see on the screen. They are distributed from Savai Nala in the north, counting to approximately 21, ending at Bhagalpur to the south. One of these targets for Operation Sindoor was based on credible intelligence inputs and role of these facilities in perpetrating the terror activities. The locations were so selected to avoid damage to civilian infrastructures and loss of any civilian lives. കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂരിലൂടെ കൃത്യമായി പാകിസ്ഥാന് മറുപടി നൽകാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ 14-ാം ദിനത്തിലാണ് ഭാരതത്തിൻ്റെ ഈ തിരിച്ചടി. പുലർച്ചെ 1:30 ശേഷം 2 മണിക്ക് മുൻപായി നമ്മൾ കൃത്യമായി പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ 9 ഭീകര കേന്ദ്രങ്ങൾ നമുക്ക് തച്ച് തകർക്കാൻ സാധിച്ചു, അവിടെ ചാമ്പലാക്കാൻ സാധിച്ചു. അത് ഭാരതത്തിൻ്റെ സൈനിക മേഖലയ്ക്കുണ്ടായ വലിയ നേട്ടം തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്തായാലും സൈന്യം ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകി. അതിൻ്റെ വനിതാ ഓഫീസർമാർ തന്നെയാണ് ഇത് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചത്. വനിതാ ഓഫീസർമാർ ഈ കാര്യങ്ങൾ പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഭാരതത്തിലെ സിന്ദൂരം ചാർത്തിയ അല്ലെങ്കിൽ വിവാഹിതരായ നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ അമ്മമാരെ കരയിപ്പിച്ചുകൊണ്ടാണ് 26 പേരെ വെടിവെച്ച് കൊന്നത്, മതം ചോദിച്ച് വെടിവെച്ച് കൊന്നത്. അതുകൊണ്ട് സിന്ദൂരം മായ്ച്ച് നടത്തിയ ആ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭാരതം കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. ഈ ഓപ്പറേഷന് പേരിട്ടതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഭാരത സൈന്യത്തിന് എല്ലാ മേഖലയിലും നമ്മുടെ കോടിക്കണക്കിന് വരുന്ന ജനസമൂഹം ബിഗ് സല്യൂട്ട് തന്നെ നൽകുന്ന, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ തന്നെ ഭാരത സൈന്യത്തെ പ്രകീർത്തിക്കുന്ന നിമിഷങ്ങളിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്? ജിഷ്ണു കൃഷ്ണൻ. വിനോദ, രാജ്യം നൽകിയിട്ടുള്ള തിരിച്ചടി അത് പാകിസ്ഥാനും പാകിസ്ഥാനിലെ ഭീകരവാദ ശക്തികൾക്കും എത്രത്തോളം നാശനഷ്ടമാണ് ഉണ്ടായത് എന്നതിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദിൻ്റെ മേധാവിയുടെ കുടുംബാംഗങ്ങൾ 10 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 4 അടുത്ത അനുയായികൾക്ക് കൂടി കൊല്ലപ്പെട്ടു. കൂടാതെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ക്യാമ്പുകളാണ് സൈന്യം മിസൈൽ വെച്ച് അടിച്ച് തകർത്തിട്ടുള്ളത്. അതിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടു. 4 ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പുകൾ, 3 ലഷ്കർ ഇ തയ്ബ ക്യാമ്പുകൾ, ഹിസ്ബുൾ മുജാഹിദിൻ്റെ 2 കേന്ദ്രങ്ങളിലുമാണ് ഇത്തരത്തിൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ബഹവൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പ് തകർത്തുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ്. നേരത്തെയെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബഹവൽപൂർ എന്നുള്ളത് പാക് അതിർത്തിയിൽ നിന്ന്, ഭാരതത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ്. അത്രയധികം പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള കേന്ദ്രമാണ്, ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രമാണ്. അവിടെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കാവലും പാക് ചാരസംഘടനയുടെ നിരീക്ഷണവും
അടക്കമുള്ള മേഖലയിൽ പോലുമാണ് ഭാരതത്തിൻ്റെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് മിസൈലുകൾ വർഷിച്ചിട്ടുള്ളത്. കനത്ത തിരിച്ചടി, സത്യത്തിൽ ഭീകരവാദികളുടെ നടുവൊടിക്കുന്ന പ്രത്യാക്രമണമാണ് പഹൽഗാമിന് ഭാരതം തിരിച്ചടിയായി നൽകിയിട്ടുള്ളത്. രാജ്യത്ത് ഇത്തരത്തിൽ സഹോദരിമാരുടെ കണ്ണീർ വീഴ്ത്തിക്കൊണ്ട്, അവരുടെ സിന്ദൂരം മായ്ച്ചുകൊണ്ട്, രാജ്യത്തെ സഹോദരന്മാരുടെ ചോര വീഴ്ത്തിക്കൊണ്ട് പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് 9 ഭീകര കേന്ദ്രങ്ങളിൽ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും എല്ലാം അതിർത്തി കടന്ന് ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും റിക്രൂട്ട്മെന്റ് ക്യാമ്പ് നടത്തുകയും പരിശീലന ക്യാമ്പ് നടത്തുകയും ലോഞ്ചിങ് പാഡ് ഉൾപ്പെടെ സജ്ജമാക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഭീകരവാദികൾ നടത്തുന്ന ക്യാമ്പുകളിലാണ് ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ആ തിരിച്ചടിയിൽ സൈനിക വക്താക്കൾ നൽകിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലും പ്രാഥമിക വാർത്താക്കുറിപ്പിലും ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത്. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലോ പാകിസ്ഥാനിലെ പൗരന്മാരെയോ ആക്രമിക്കാൻ ഭാരതം തയ്യാറായിട്ടില്ല എന്ന കൃത്യമായ ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ ഭാരതത്തിന് സാധിച്ചു. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും സാർക്കും ബ്രിക്സും G20 ഉൾപ്പെടെയുള്ള ലോകരാജ്യ കൂട്ടായ്മകളും ഇന്ന് ഭാരതത്തിനൊപ്പം നിൽക്കുന്നു. ഇനി ഇവരെല്ലാം മറിച്ച് ചിന്തിച്ചാൽ പോലും പഹൽഗാമിന്, അല്ലെങ്കിൽ രാജ്യത്തിലെ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ ശേഷിയുള്ള ഭരണ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ഇന്ന് ഭാരതത്തിനുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യതലസ്ഥാനത്ത് ചേർന്ന നിർണായകമായിട്ടുള്ള യോഗങ്ങൾ, നയതന്ത്ര സൈനിക തലത്തിൽ ഭാരതം സ്വീകരിച്ച അതിശക്തമായിട്ടുള്ള നടപടികൾ, അത് തന്നെയാണ് സിന്ദൂർ ദൗത്യത്തിന് നട്ടെല്ലായി നിന്നിട്ടുള്ളത്. ആ ദൗത്യത്തിന് കരുത്തു പകർന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യതലസ്ഥാനത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗങ്ങളും അതീവ രഹസ്യമായും അല്ലാതെയും ചേർന്നിട്ടുള്ള യോഗങ്ങൾ, നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പാക് ഭരണകൂടത്തിൻ്റെയും പാക് സേനയുടെയും ശ്രദ്ധ തിരിച്ചുവിടുന്ന തലത്തിൽ പല നടപടികൾ ഭാരതം സ്വീകരിച്ചു. സമുദ്രാതിർത്തിയിൽ ഒരു പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് യുദ്ധക്കപ്പലുകൾ, പടക്കപ്പലുകൾ വിന്യസിച്ചു. സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് അതിർത്തി മേഖലയിലെ പാകിസ്ഥാനെ കടത്തിവിടുന്ന സാഹചര്യമുണ്ടായ തരത്തിൽ വിവിധ തരത്തിൽ നയതന്ത്ര സൈനിക തലത്തിൽ നടപടികൾ ശക്തമാക്കിക്കൊണ്ട് പാക് ഭരണകൂടത്തെയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ശ്രദ്ധ തിരിച്ചുവിടുന്ന തരത്തിലുള്ള നടപടികളിലൂടെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഏറ്റവും ഒടുവിൽ ആ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അതിലും ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 1ാം ഘട്ടമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് പാകിസ്ഥാൻ സൈന്യമോ പാകിസ്ഥാനിലെ ഭീകരവാദ ശക്തികളോ മുതിർന്നാൽ ശക്തമായ പ്രതിരോധത്തിനും തിരിച്ചടിക്കും ഭാരതത്തിൻ്റെ സൈന്യം സജ്ജമാണ് എന്നുള്ളത് കൂടിയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഒപ്പം ഈ ഓപ്പറേഷൻ നടന്നതിന് ശേഷം ആഭ്യന്തര സുരക്ഷ അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് പോലും പോകും. അതുകൊണ്ട് യാതൊരു തരത്തിലും ഇനിയൊരു തിരിച്ചടി ഭാരതത്തിനുള്ളിൽ ലഭിക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതികൾ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലിപ്പോൾ അതിർത്തി പങ്കിടുന്ന ജിഷ്ണുകൃഷ്ണൻ, അതുതന്നെയാണല്ലോ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ക്യാബിനറ്റ് സുരക്ഷാ സമിതി പ്രത്യേക യോഗം ചേർന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരിക്കുന്നു. കാര്യങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് വിശദീകരിക്കുകയും ചെയ്തു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം മാറ്റിവെക്കുകയും ചെയ്തു. നമ്മൾക്കറിയാം, ഭാരത പ്രധാനമന്ത്രി UAE സന്ദർശിക്കുന്ന വേളയിലാണ് കൃത്യമായി പഹൽഗാം ഭീകരാക്രമണം നടന്നത്. അദ്ദേഹം കുവൈറ്റ് സന്ദർശനമൊക്കെ മതിയാക്കി വളരെ പെട്ടെന്ന് അദ്ദേഹം മടങ്ങി വരികയായിരുന്നു. UAE സന്ദർശനങ്ങൾ വെട്ടിച്ചുരുക്കി അദ്ദേഹം ഭാരതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ പുലർച്ചെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ വലിയ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു. ഭാരത പ്രധാനമന്ത്രി നടത്താനിരുന്ന വിദേശയാത്രകൾ മാറ്റിവെച്ചിരിക്കുന്നു. രാഷ്ട്രപതിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഈ തിരിച്ചടിക്കുണ്ടായ സാഹചര്യങ്ങൾ എന്താണ്, ഭാരതം ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്താനുണ്ടായ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഭാരതത്തിന് കഴിയുന്നുമുണ്ട്. അപ്പോൾ കൃത്യമായി പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയല്ലേ ജിഷ്ണുകൃഷ്ണൻ?
വിനോദ്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വളരെ ജാഗ്രതയോടുകൂടിയും വളരെ കൃത്യമായിട്ടുള്ള ചടുലതയോടുകൂടിയുള്ള നീക്കങ്ങളുമാണ് ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, വിനോദ് സൂചിപ്പിച്ചതുപോലെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഈ തിരിച്ചടി എന്തിനായിരുന്നു, ഭീകരവിരുദ്ധ പോരാട്ടം എത്രത്തോളം ശക്തമാണെന്ന് ബോധ്യപ്പെടുത്തുകയും മുഴുവൻ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഭാരതത്തിനൊപ്പമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ആഭ്യന്തര സുരക്ഷ എന്നുള്ളത് തന്നെയാണ്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെ രാജ്യത്തിൻ്റെ മുഴുവൻ മേഖലയിലെയും ഏറ്റവും അവസാന അതിർത്തി പ്രദേശങ്ങളിലെ ജനത്തെയും പൗരനെയും പോലും സംരക്ഷിച്ചു നിർത്താൻ, അവനൊരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുക എന്ന ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ചുള്ള നിർണായകമായ യോഗങ്ങളാണ് ഈ സമയത്ത് രാജ്യതലസ്ഥാനത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ തന്നെയാണ്. കാരണം തിരിച്ചടി വളരെ കൃത്യമായി പഹൽഗാമിന് നടന്നിക്കഴിഞ്ഞു. ഇനി അത്തരത്തിലൊരു തിരിച്ചടി പ്രകോപനം ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകൂ. അതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തിൻ്റെയും അതിർത്തി കടന്നുകൊണ്ട് ആക്രമിക്കാനോ കീഴ്പ്പെടുത്താനോ ശ്രമിക്കുകയോ അതിനുള്ള നടപടിയെടുക്കുകയോ അത് ആലോചിക്കുകയോ ചെയ്യാത്ത രാജ്യമാണ് ഭാരതം എന്നുള്ളത്. അതുകൊണ്ട് പഹൽഗാമിന് തിരിച്ചടി നൽകി കഴിഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ആഭ്യന്തര സുരക്ഷയ്ക്കാണ്, രാജ്യത്തിനകത്തെ പൗരന്മാരുടെ ആ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗവും ഇക്കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്തിട്ടുള്ളത്. കൂടാതെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ധനമന്ത്രിയും ക്യാബിനറ്റ് സെക്രട്ടറിയും പ്രതിരോധ സെക്രട്ടറിയും ഉൾപ്പെടുന്ന മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതിയും ഇന്ന് ചേർന്ന യോഗത്തിൽ നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപേ 2 തവണ യോഗം ചേർന്നത് എങ്ങനെ പഹൽഗാമിന് തിരിച്ചടി നൽകാം എന്നുള്ളത് ചർച്ച ചെയ്യാനാണെങ്കിൽ ഇന്ന് ചേർന്ന സുരക്ഷാ കാര്യസമിതി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച് തന്നെയാണ്. സായുധ സേനയിൽ പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും അടിയന്തര ലീവുകളിലുള്ളവർക്ക് മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത്. ബാക്കി എല്ലാവരോടും തിരിച്ച് ജോലിയിൽ കയറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിർത്തി മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കര, വ്യോമ, നാവിക സേനകൾ അതിർത്തി മേഖലകളിൽ യുദ്ധസമാനമായ സാഹചര്യവും തയ്യാറെടുപ്പും നടത്തുന്നതോടൊപ്പം ഡൽഹിയും ഹൈദരാബാദും കൊൽക്കത്തയും ബംഗളൂരും ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, അയോധ്യ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ, മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പൊതു ഇടങ്ങൾ, മെട്രോ സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ പതിവിൽ കവിഞ്ഞ് സുരക്ഷയും നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായും DGPമാരുമായും ചീഫ് സെക്രട്ടറിമാരുമായുമുള്ള യോഗം പുരോഗമിക്കുകയാണ്. കശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ, കൂടാതെ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി അതിർത്തി പങ്കിടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും DGPമാരും ലഫ്റ്റനന്റ് ഗവർണർമാരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് തലേ ദിവസം ആഭ്യന്തര മന്ത്രാലയത്തിൽ തന്നെ CRPFന്റെയും CISFന്റെയും BSFന്റെയും, അതായത് അതിർത്തിക്ക് അപ്പുറത്തേക്ക് രാജ്യത്തിനകത്ത് മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും പ്രധാനപ്പെട്ട നഗരങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കുമെല്ലാം സുരക്ഷ ചുമതല വഹിക്കുന്ന CISF, BSF കൂടാതെ CRPFകളുടെ യോഗം ചേർന്നുകൊണ്ട്, മേധാവിമാരുടെ യോഗം ചേർന്നുകൊണ്ട് പ്രതിരോധ നടപടികൾ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. അത്തരത്തിൽ എല്ലാ തരത്തിലും സജ്ജമായിക്കൊണ്ടാണ്, ആഭ്യന്തര സുരക്ഷ ശക്തമാക്കിക്കൊണ്ടും അതിർത്തി മേഖലകളിൽ സുശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടുമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒരു തിരിച്ചടി പാകിസ്ഥാനും പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ലഷ്കർ-ഇ-തയ്യബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകര സംഘടനകൾക്ക് ഭാരതത്തിൻ്റെ സൈന്യം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഏറ്റവും പ്രധാനമായി ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വവും സൈന്യവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആഭ്യന്തര സുരക്ഷയിലാണ്. അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുന്നു. നാളെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. എല്ലാ പാർട്ടികളുടെയും കക്ഷികളുടെയും നേതാക്കന്മാർ ആ യോഗത്തിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും നിലവിലെ സൈനിക നടപടികൾ സംബന്ധിച്ചുമുള്ള വിശദീകരണം ഓൾ പാർട്ടി മീറ്റിംഗിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ രാജ്യത്തിന്, ഭാരതത്തിന്, അല്ലെങ്കിൽ ലോകത്തെവിടെയെല്ലാം ഭാരതീയരുണ്ടോ അവർക്കെല്ലാം അഭിമാനിക്കാവുന്ന തരത്തിൽ രാജ്യത്തെ പൗരന്മാരുടെ ചോര വീഴ്ത്തിക്കൊണ്ട്, രാജ്യത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും നെറുകയിലെ സിന്ദൂരം മായ്ച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി ഭാരതം നൽകിയിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് അക്രമം നടത്തുമ്പോൾ ഈ 9 ഭീകര കേന്ദ്രങ്ങളിലായി 600 മുതൽ 800 വരെ ഭീകരവാദികൾ നിലയുറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഒന്നൊന്നായി പുറത്തു വരികയാണ്. ആദ്യം 6 മരണം മാത്രമായിരുന്നു പാകിസ്ഥാൻ സ്ഥിരീകരിച്ചതെങ്കിൽ ഇപ്പോൾ 26-ലധികം മരണം സംഭവിച്ചു എന്ന് പാക് മാധ്യമങ്ങൾ
റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 100-ലധികം മരണം സംഭവിച്ചു എന്നുള്ളതാണ് BBC ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി പ്രധാനപ്പെട്ട ഭീകരർ, അതായത് ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും വ്യക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കൃത്യമായ മറുപടി നൽകാൻ ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്നു. അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താനും ഭാരതത്തിന് കഴിയുന്നുണ്ട്. രാഷ്ട്രപതിയോട് സ്ഥിതിഗതികൾ കൃത്യമായി പ്രധാനമന്ത്രി ബോധിപ്പിച്ചിരിക്കുന്നു. കേന്ദ്ര ക്യാബിനറ്റിൻ്റെ സുരക്ഷാ സമിതി യോഗം ചേർന്ന കാര്യങ്ങൾ വിലയിരുത്തി കൃത്യമായ തിരിച്ചടി ഭാരതത്തിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കൃത്യമായ വിലയിരുത്തൽ. ഇത് രാഷ്ട്രമൊന്നാകെ രാജ്യത്തിൻ്റെ ഈ നീക്കത്തെ, ഭാരത സൈന്യത്തിൻ്റെ നീക്കത്തെ രാജ്യമൊന്നാകെ പിന്തുണയ്ക്കുന്നുമുണ്ട് എന്നാണ് ഈ നിമിഷത്തിൽ പറയാൻ കഴിയുക.